ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പോളറോയിഡ് ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, എങ്ങനെ സെറ്റ് ചെയ്യാം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവ എന്നുള്ള ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്തിട്ട് താഴെ ഒരു പ്ലസ് ബട്ടൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണും, അവിടെ A4 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിലുള്ള പ്ലെയിൻ ആയിട്ട് A4 ഡോക്യുമെൻറ്റ് പ്ലേ ആയിട്ട് വരും. അതിൽ താഴെ കാണുന്ന എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ചിൽ പോളറോയിഡ് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടുന്ന പോളറോയിഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പേജിൽ സെറ്റ് ചെയ്യുക, സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് വരും. അത് വേണ്ടുന്നത്ര സെലക്ട് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫ്രെയിംസൊക്കെ കറക്റ്റ് ഈക്വലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് താഴോട്ടേക്കായിട്ട് നമുക്ക് ഓരോ ഫ്രെയിംസും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് എല്ലാ ഫ്രെയിംസും ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു പേജിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ പോളറോയിഡിൻ്റെ ഫ്രെയിമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോസ് ആഡ് ആക്കലാണ്. അതിന് താഴെ കാണുന്ന ഗാലറി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് വേണ്ടുന്നത്ര ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 20 പിക്സാണ് ആഡ് ആക്കുന്നത്. എന്നിട്ട് താഴെ കാണുന്ന എഡിറ്റ് പേജ് കൊടുക്കുക. ഞാനിപ്പോൾ 20 പോളറോയിഡിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഒരുമിച്ചിട്ട് ഞാൻ ഈ 20 പിക്സും ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഫോട്ടോസും ഇതേപോലെ മെല്ലെ മെല്ലെ ആയിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത മൊത്തം ഫോട്ടോസും ഇതുപോലെ ഡിസ്പ്ലേ ആയിട്ട് വരും. അങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് വന്നതിന് ശേഷം ഓരോ ഫോട്ടോസും ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫ്രെയിംസിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫോട്ടോ വരും. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ഈസി മെത്തേഡ്. ഓരോ ഫോട്ടോസും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്തതിനെക്കാട്ടും ബെറ്റർ ഒരുമിച്ചിട്ട് നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. അങ്ങനെ എല്ലാ ഫോട്ടോസും ഇതേപോലെ 20 പോളറോയിഡ് ഫ്രെയിമിൻ്റെ ഉള്ളിലും ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓരോ ഫോട്ടോസിൻ്റെയും പകുതി പോർഷൻസൊക്കെ കട്ടായി പോയിട്ടുണ്ടാകും. അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ഓരോ ഫോട്ടോൻ്റെ മേലെ ചെയ്താൽ ഇതേപോലെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഏതൊക്കെ ഫോട്ടോസിൻ്റെയാണോ പോർഷൻസ് കട്ടായത് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പോളറോയിഡിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ആർക്കാണോ അയക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് അയക്കലാണ്. അപ്പോൾ മേലെ കാണുന്ന സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണും, അവിടെ PNG എന്നുള്ളിടത്ത് PDF പ്രിൻറ്റ് ചൂസ് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഡൗൺലോഡ് ആയി വന്നിട്ട് നിങ്ങൾക്ക് ഏത് ആപ്പിലാണോ ഷെയർ ചെയ്യേണ്ടത് അത് താഴെ കാണിക്കും. അപ്പോൾ ഞാൻ നോർമലി വാട്സപ്പാണ് ചെയ്യൽ. അപ്പോൾ ആർക്കാണോ പ്രിൻ്റ് എടുക്കാൻ നിങ്ങൾ അയക്കുന്നത് അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫയൽ സെൻഡ് ആകാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രിൻ്റ് എടുക്കുന്നതും കട്ട് ചെയ്യുന്നതും ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു എഡിറ്റിംഗ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നും ഫോട്ടോസൊക്കെ ഞാൻ സൂം ചെയ്ത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പോളറോയിഡ് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു, പറഞ്ഞതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ.